ഓ കരിമീന്റെ സൈസ് നോക്കിയേ, ആ ഒരു ചട്ടിക്കകത്ത് മൊത്തം ഒരു കരിമീനാണ്. അങ്ങനെ കുടിക്കാൻ തോന്നുട്ടോ, അതിന്റെ മണക്കങ്ങ് അടിക്കുമ്പോ. ബോട്ടി ഹാഫ് ബോയിൽ ആക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ. അത് ഇത് നമ്മുടെ ഇടിയിറച്ചി കേട്ടോ. അതിന്റെ കളർ നോക്കിയേ, ആ ഇറച്ചിയുടെ നാച്ചുറാലിറ്റി പോയിട്ടില്ല കേട്ടോ. ആ ഒരു പിങ്ക് കളർ കാണുന്നുണ്ടല്ലേ. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കക്കത്തോരൻ കേട്ടോ. ഇത് ബീഫ് കറി അല്ലേ, ഡാർക്ക് കറുപ്പിച്ച ബീഫ് എന്നൊക്കെ പറയില്ലേ, കറുമുറ മിക്സർ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന കൊഴുവാണ്. നമസ്കാരം, ഞാൻ സുമിത് പിള്ളേക്ക് ടൈംഫോട്ടാറിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിലുള്ള മാമല എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ നല്ല മാമല നാടൻ രുചികൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഷാപ്പ് വിത്ത് നല്ല അക്കിയിട്ട് ഫുഡ് കിട്ടുന്ന ഒരു സ്പോട്ടുണ്ട് കേട്ടോ. ആ സ്പോട്ടിനെ പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മളൊന്ന് വന്നിരിക്കുന്നത്. നല്ല നാടൻ എന്താ വെറൈറ്റി സാധനങ്ങൾ, അതായത് നോൺ വെജ് ആണെങ്കിലും വെജ് ആണെങ്കിലും മീൽസ് ആണെങ്കിലും എല്ലാവിധ ഐറ്റംസും കിട്ടും. കൂട്ടത്തിൽ നല്ല അടിപൊളി പാനയും തെങ്ങും കള്ളും. അപ്പം ഇതെല്ലാം ഒന്ന് ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് വരാം. നല്ല നാടൻ ചെമ്മീൻ, ഞണ്ട്, കൂന്തൽ, താറാവ്, ഇടിയിറച്ചി, മുയൽ, മട്ടൻ, പിന്നെ 5 ഐറ്റം ബിരിയാണികൾ, ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ റോഡ് സൈഡിലാണെങ്കിൽ തന്നെ പാർക്കിങ്ങിന് ബുദ്ധിമുട്ടൊന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. ഇവിടെ ഹൈവേയുടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇവിടെ പാർക്കിങ്ങിനൊക്കെ ബാക്കിൽ സ്ഥലമുണ്ട്. നല്ല പാർക്കിംഗ് ഏരിയ ഉള്ളൊരു സ്ഥലമാണ് കേട്ടോ. നല്ല അടിപൊളി ചെടികളൊക്കെ നട്ടിട്ട് നല്ല കിടുവാക്കിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ അകത്തോട്ട് കയറി നോക്കാം. ഇവിടെ കയറുമ്പോൾ തന്നെ നമുക്ക് നോർമലായിട്ട് ഫുഡ് കഴിക്കേണ്ട ഏരിയ ഉണ്ട്. പിന്നെ AC ഉണ്ട്, നോൺ AC ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും പുറകിലായിട്ടാണ് കേട്ടോ ഷാപ്പുള്ളത്. റെസ്റ്റോറൻ്റ് എന്നും പറയാൻ പറ്റില്ല, ഷാപ്പൊന്നും പറയാൻ പറ്റില്ല. രണ്ടും കൂടി ഇഴുകി ചേർന്നിട്ടുള്ള, രണ്ടും കൂടി മിങ്കിളായിട്ടുള്ള ഒരു കോംബോ സെറ്റപ്പാണ്. ഈ കണ്ടതൊന്നല്ല കേട്ടോ കാഴ്ചകൾ, അകത്ത് വേറെ അടിപൊളി കാഴ്ചകളുണ്ട്. ഇതുണ്ടല്ലേ നോൺ വെജിൻ്റെ വിശാലമായ ഏരിയ. ചേട്ടാ ഇതെന്താണ്? ബീഫ് ഫ്രൈ ഉണ്ടോ? ഫുൾ ടൈം ചൂടായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. നല്ല അടിപൊളി ബീഫ് ഫ്രൈ. പിന്നെ ഇതുണ്ടല്ലേ നോൺ വെജിൻ്റെ വേറെ കുറേ ഐറ്റംസ്. ഇത് നമ്മുടെ പിടിയാണ്. പിടി നല്ല അരി ഉരുട്ടിയിട്ട് അത് എങ്ങനെയൊക്കെ ഉണ്ടാക്കുന്നതാണ് എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ആണ് കേട്ടോ ഈ ഇരിക്കുന്നത് മൊത്തം. ഇത് നല്ല അടിപൊളി താറാവ് കണ്ടില്ലേ, നല്ല കിടുക്കാച്ചി താറാവാണ്. പിന്നെ വന്നിട്ട് ഇതാ ചിക്കൻ സ്റ്റൂ ആണ് കേട്ടോ അത്. പിന്നെ വന്നിട്ട് ചിക്കൻ വറുത്തരച്ചതുണ്ട്. പിന്നെ നമ്മുടെ ചിക്കൻ കറിയുണ്ട്. പിന്നെ ബോയിൽഡ് ഒക്കെ കേട്ടോ. ഇത് താറാവ്, ഇത് കോഴി. ബിരിയാണി, ഇവിടുത്തെ ബിരിയാണി വെള്ള കളറുണ്ടോ? നമ്മുടെ പാലക്കാടൻ കോഴിക്കോടൊക്കെ മഞ്ഞയായിരിക്കും, ഇവിടുത്തെ വെള്ളയാണ് ബിരിയാണി. ഇത് കൂടുതൽ മീൻ ഐറ്റംസാ. ഇതൊരു 140 രൂപ. 140 രൂപ. ഇത് എന്ത് മീനാ? ഇത് വറ്റ. ഇത് ഒരു പീസ് അല്ലേ വരുന്നത്? ഒരു പീസ്. ഇത് കരിമീൻ. ഓക്കെ, നല്ല വലിയ കരിമീനാട്ടോ. 190, 220 സൈസിനനുസരിച്ച്. ഓക്കെ, ഇത് കാളാഞ്ചി അല്ലേ? നല്ല കാളാഞ്ചി നമ്മുടെ കായലിൽ തന്നെ. ഓക്കെ, ശരി. പിന്നെ വന്നിട്ട് ഇതിന്റെ ഗ്രേവി തന്നെ അടിച്ചോ നമ്മൾ പറയുമ്പോൾ ഇന്നത്തെ ഗ്രേവിയിൽ മിക്സ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടല്ലേ വെച്ചിട്ട് നമ്മൾ പറയുമ്പോൾ. ഓക്കെ, ശരി. ഇതെന്തായിരുന്നു? കട്ട്ല അല്ലേ? അതെന്താ മീൻ മുളക് കേട്ടോ? മുളകിട്ട്. ഓ ശരി. അതിന് കളർ തന്നെ ഉണ്ട്. നമ്മുടെ അവിടുത്തെ മീൻ കറിയൊന്നും ഇത്രയും കളർ വരില്ല, ഒരു ലൈറ്റ് കളർ ഉണ്ടാവും. നല്ല ഡാർക്ക് റെഡിഷാണ്. ഇതുണ്ടല്ലോ നല്ല കൊഴുവ പതഞ്ഞു പൊന്തി വറുത്തോണ്ടിരിക്കുന്നതാണ്. അങ്ങനെ കോരി എടുക്കാൻ വേണ്ടില്ല. ഇതാ നല്ല കരിവേപ്പിലേക്ക് ഇട്ടിട്ടോ, പച്ചക്കരിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് കൊഴുവ വറക്കണേ. നല്ല ഡീപ്പ് ഫ്രൈ ആയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കൊഴുവ ഉണ്ടല്ലോ, നല്ല കുഞ്ഞു കൊഴുവ കേട്ടോ. കറുമുറ മിക്സർ കഴിക്കുന്ന പോലെ കഴിക്കാൻ പറ്റുന്ന കൊഴുവാണ്. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം കക്കത്തോരൻ കേട്ടോ. ശരിക്കും നമ്മൾ പച്ചക്കറി തോരൻ വയ്ക്കുന്ന അതേ സെറ്റപ്പ് തന്നെയാണ് കക്ക വെച്ചിട്ട് തോരൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇതെന്തായിരുന്നു? ഓ കരിമീൻ്റെ സൈസ് നോക്കിയേ, ആ ഒരു ചട്ടിക്കകത്ത് മൊത്തം ഒരു കരിമീനാണ്. ഈ കരിമീൻ എന്ത് റേറ്റ് ആയിരിക്കും? ഒരു 1/2 കിലോ വരില്ല? 1/2 കിലോ വരും. 400 രൂപയാണ് അതല്ലേ? ഓക്കെ, ഇതെന്ത് മീനായിരുന്നു? ഓക്കെ, കുറെ വ്യത്യസ്ത മീനുകളാണ് കേട്ടോ. ഓക്കെ. ആ, ഇത് നങ്ക് അല്ലേ? ഇത് പരന്ന നങ്കാണല്ലോ, നീളം കുറവാണ്. തൊലി. ഓ ശരി. നമ്മുടെ നങ്കം, നമ്മുടെ പാലക്കാടൊക്കെ നമ്മളിതിനെ മാന്തൽ മീൻ എന്നാ പറയാം. അപ്പൊ ഇത് നങ്ക് കേട്ടാ. പിന്നെ അതെ സലാഡ് ഉണ്ട്. പിന്നെ നമുക്കത് കപ്പ. നമുക്ക് ഈ കപ്പയാണ് നമുക്ക് ഇനി ബീഫോ ചിക്കനോ എന്തിൻ്റെ കൂട്ടത്തിലും മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഇതെന്നാണ്. മീനിന്റെ ഐറ്റംസ് കഴിഞ്ഞു. ഇനി വേറെ ബീഫ്, ചിക്കൻ അങ്ങനെയുള്ള ഐറ്റംസ് ആണ്. ഇത് ബീഫ് കറി അല്ലേ? ചിക്കൻ ചെറുതായിട്ട് വറുത്തത്. പോർക്ക്. നമ്മുടെ ഫേവറേറ്റ് ഐറ്റം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനമാണ്. എല്ലാം അപ്പം ചൂടാക്കി ഇതാക്കി കൊടുക്കുന്നതാണ് അല്ലേ? അതുകൊണ്ട് എല്ലാം ഗ്യാസ് സ്റ്റവിന്റെ മുകളിലാണ് ഇട്ടിരിക്കുന്നത്. പറയുന്ന അപ്പം തന്നെ എടുത്ത് ചൂടാക്കി കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇത് ചെമ്മീൻ അല്ലേ?
ചെമ്മീന്, പിന്നെ ഇത് ഞണ്ട്, ഞണ്ട് കാല്. ഇതിലധികം കാല് മാത്രമേ കാണുന്നുള്ളല്ലോ, ഉണ്ടല്ലേ? ഓ ശരി ശരി. നല്ല മുട്ടൻ ആവശ്യത്തിന് ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കണം അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. കണ്ടോ, നല്ല മുട്ടൻ ഞണ്ടാണ് കേട്ടോ. പിന്നെ നമ്മൾ അടുത്ത സൈഡ്, കിച്ചൻ്റെ മറ്റൊരു സൈഡിലേക്ക് പോകുമ്പോൾ ഫുള്ള് ഈ ചോറിന് വേണ്ടിയിട്ട് വെജിറ്റേറിയൻ ഐറ്റംസ് ആണ് കേട്ടോ. ഓൾറെഡി ഇങ്ങനെ നിറച്ച് കറികളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. നല്ല തിരക്കുള്ള സമയങ്ങളിൽ ഇത് എടുത്തു വെക്കാൻ പറ്റാത്തതുകൊണ്ട് നേരത്തെ തന്നെ എടുത്തു വെച്ചിരിക്കുകയാണ് കേട്ടോ. മീൻകറിയാണ് അല്ലേ? മീൻകറി, സാമ്പാർ ആണല്ലോ അല്ലേ? അച്ചിങ്ങത്തോരൻ അല്ലേ? നമ്മൾ പയറെന്ന് പറയും, ഇവിടെയൊക്കെ അച്ചിങ്ങ എന്ന് പറയാം. അച്ചിങ്ങയും കായും, വാഴക്കയും പയറും, പിന്നെ അവിയല്. ഇതെന്തായിരുന്നു? ഉണക്ക മീൻ വെച്ചാൽ കൊഴുവ വെച്ചിട്ടല്ലേ? ഓക്കെ, കൊഴുവ വെച്ചുള്ള ചമ്മന്തി. പിന്നെ അച്ചാറ്, അത് മുട്ട ചിക്കി പൊരിച്ച്. ഓക്കെ, ചോറിനൊപ്പം തന്നെ കൊടുക്കണം. ഓ ശരി. ഇങ്ങനെ ഈ പ്ലേറ്റ് ആക്കി കൊടുക്കുന്നത് അല്ലേ? ഇത് കൂടാതെ ഇനി സെപ്പറേറ്റ് ചോറ് മാത്രമേ കൊടുക്കുള്ളൂ, ബാക്കി കറികളെല്ലാം ഇതിനകത്തുണ്ട് അല്ലേ? രണ്ടാമത് വേണമെങ്കിൽ കൊടുക്കും. മോര്, മീൻചാറ്, മീൻകറി ഉൾപ്പെടെ മീനുണ്ടാവും. അതെ അല്ലേ? മീൻ ഉൾപ്പെടെ. ഓക്കെ ഓക്കെ. ഒരു അത്യാവശ്യം സൈസുള്ള ഒരു പീസ് മീനുണ്ട് കേട്ടോ ഇതിനകത്ത്. 60 രൂപ ചാർജ് ചെയ്യുന്നുള്ളൂ ഈ ചോറിന് മൊത്തം അല്ലേ? ഗ്രീൻ പീസ് കറിയാണ് കേട്ടോ, ഗ്രീൻ പീസ് കറി. പിന്നെ നാടൻ കോഴിക്കറി. ഇതാണല്ലേ, നമ്മൾ കുറച്ച് നേരത്തെ വന്നു എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. നല്ല നാടൻ പള്ളത്തിയാണേ, വെട്ടി കൊടുന്ന് വെച്ചിരിക്കുകയാണ്. ഇനി മസാല പോലും വെച്ചിട്ടില്ല. ഇനി മസാല വെച്ചിട്ട് വേണം അത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. കണ്ടില്ലേ, നല്ല ഫ്രഷ് സാധനം. ഇത് വന്നിട്ട് നമ്മുടെ ലിവർ ഫ്രൈ, ബീഫിൻ്റെ ലിവർ ഫ്രൈ ആണേ. അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഇവിടെ. കഴിക്കാനുള്ള ഡൈനിങ് ഏരിയനെക്കാട്ടിലും കൂടുതലാണ് കേട്ടോ കിച്ചണ്. ഒക്കെ വ്യത്യസ്തമായിട്ട് വെജിറ്റബിളും നോൺ വെജും എല്ലാം ഒന്നും മിക്സ് ആകുന്നില്ല കേട്ടോ ഇവിടെ, ഒക്കെ വേറെ വേറെയാണ്. ഇതാണ് കേട്ടോ ഇവിടുത്തെ ഹൈലൈറ്റ്. നോക്കി, ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ട് ബീഫ് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. ചുമ്മാ അവിടെ നിന്ന് ഇവിടുന്ന് ഉണ്ടാക്കുന്നതല്ല, കറക്റ്റായിട്ട് ഇവർ ഇടിയിറച്ചി തന്നെ ആക്കി ഉണക്കിയെടുത്ത് സ്വന്തമായിട്ട് ഉണക്കിയെടുക്കുന്നതാണ് അല്ലേ? ഇത് കണ്ടോ, ഇത്രയും വലിയൊരു അടുപ്പുണ്ട് ഇവിടെ. ഈ അടുപ്പിൻ്റെ മുകളിലാണ് കേട്ടോ ഇടിയിറച്ചിക്ക് വേണ്ടിയിട്ടുള്ള ബീഫ് ഇങ്ങനെ ചീകിയിട്ട് മസാല എല്ലാം തേച്ച് ഉണക്കാനിട്ടിരിക്കുകയാണ്. തലക്കറിയുടെ അല്ലേ? ഇത് എന്ത് മീൻ്റെ ആയിരുന്നു കേട്ടോ? അയ്യോ, ഇതിനകത്ത് തല എന്ന് പറഞ്ഞാൽ നന്നായിട്ട് മീറ്റിന്റെ ഒരു പോർഷൻ ഉണ്ട് കേട്ടോ ഇതിനകത്ത്. ഇത് മുഴുവൻ ഇതിന്റെ മീറ്റാണ്. നമ്മളിപ്പോ കുറച്ച് നേരത്തെ വന്നുകൊണ്ട് അവര് തല കുക്ക് ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. വേറെയാണ് കേട്ടോ, ഫുഡ് വേറെ ഏരിയയിലാണ്, ഷാപ്പ് വേറെ ഏരിയയിലാണ്. അപ്പൊ നമുക്ക് രണ്ടും മിങ്കിളായിട്ട് വേണമെങ്കിൽ അങ്ങനെയും കിട്ടും. അല്ലാതെ ഷാപ്പ് സെപ്പറേറ്റ് ഉണ്ട്. ആൾക്കാർക്ക് കള്ള് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നേരെ ഈ ഇതിലോട്ട് വന്നാൽ മതി. ഇതാണ് ഷാപ്പിന്റെ കണ്ടത്. നമുക്ക് അതിൻ്റെ ഉള്ളിലോട്ട് കയറാം. ഇനി നമ്മൾ ഷാപ്പിന്റെ ഏരിയയിലോട്ട് വന്നിട്ട് ഇവിടെ ഫുള്ള് ക്യാബിൻ ബേസ് ആണ്. ഓപ്പൺ ബേസ് കുറച്ചേ ഉള്ളൂ, ബാക്കി മുഴുവൻ ക്യാബിനാണ്. ഫുള്ള് ചെറിയ ക്യാബിൻ ആയതുകൊണ്ട് നമുക്ക് പ്രൈവസി നന്നായിട്ട് നമുക്ക് ഇവിടെ കിട്ടും. ഇവിടെ കള്ള് ഇവിടെയാണ് കൊടുക്കുന്നതെങ്കിലും ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന കേട്ടോ, പാലക്കാടൻ കള്ളാണ് കേട്ടോ. ഇവിടെ ചിൽഡ് കള്ളുണ്ട് കേട്ടോ, നല്ല ഫ്രീസറിലൊക്കെ ഫ്രീസ് ആയിട്ടിരിക്കുന്നത് നല്ല ചിൽഡ് കള്ളാണേ. അതെ അല്ലേ? കയ്യിലോട്ട് ഈ കുടത്തിന്റെ ഭംഗിയുണ്ട, നല്ല പൂജ, പണ്ടത്തെ മൺകുടം, ചെറിയ കുഞ്ഞുകുടം, നല്ല മിന്നുന്ന കുടം എന്നൊക്കെ പറയില്ലേ? ഇത് നല്ല വലിയ കുടം, ഇത് ചെറിയ കുടം. ചേട്ടാ ഇതിൽ വലുതിൽ എത്രയാ? ഇതിൽ 2 ലിറ്റർ. 2 ലിറ്റർ. ഇത് 1 ലിറ്റർ. ഇത് 2 ലിറ്ററിന്റെ കുടമാണ്, ഇത് 1 ലിറ്ററിന്റെ ആണ്. നമുക്ക് അങ്ങനെ കുടിക്കാൻ തോന്നും കേട്ടോ, അതിന്റെ മണൊക്കെ അടിക്കുമ്പോ. ഈ കുപ്പികൾ ഇങ്ങനെ നിരത്തി ഇരിക്കുന്നതിന് കാണാനൊരു ഭംഗിയുണ്ടോ ചേട്ടാ? ഈ കുപ്പികളൊക്കെ എത്ര അളവ്? ഇത് 1 ലിറ്റർ. ഇത് 2 മസാല. ഇതെന്താണ്? 2 ഗ്ലാസിന്റെ 1/2 ലിറ്ററിന്റെ. ഇത് 3 ഗ്ലാസ് PSN ക്ലാസ് ആണല്ലേ? ഇത് PSN 3 ഗ്ലാസ്. 3 ഗ്ലാസ്. ഓ ശരി ശരി. ഇത് 1/2 ലിറ്റർ ആണിത്. ബിയർ കുപ്പിയിൽ 1/2 ലിറ്റർ അല്ലേ? ഇത് പുറത്തേക്ക് കൊടുക്കാൻ വേണ്ടിയുണ്ട്. ചേട്ടാ ഈ സൈഡിൽ കൂടെ ഒക്കെ ഇരിക്കുന്നുണ്ടല്ലോ ഈ കുപ്പികൾ, ഇതൊക്കെ എന്താണ് സംഗതി? പതിവ് കുപ്പികളാണ്. പതിവ് കുപ്പികളാണ് എന്ന് വെച്ചാല് അവരുടെ കുപ്പിന്ന് മാറിപ്പോയാൽ കള്ള് മാറിയെന്ന് അവർ പറയണം. ഓ ശരി. അപ്പം ഇത് കള്ള് വന്ന വഴി അവർക്ക് നിറച്ചു വെക്കും. അപ്പൊ നിങ്ങൾക്ക് അറിയാം ഈ കുപ്പികള്? അവർക്കറിയാം. നമ്മളിപ്പോ വേറെ ആൾക്ക് എടുത്ത് കൊടുത്താൽ അവർ പറയും അന്നത്തെ കള്ള് മാറിപ്പോയി കൊള്ളൂല എന്ന് പറയും. ആ കുപ്പി കിട്ടിയാലേ അവർക്ക് സാറ്റിസ്ഫാക്ഷൻ ആവുള്ളൂ അല്ലേ? അതുകൊണ്ട് ആ കുപ്പി അങ്ങനെ തന്നെ വെച്ചേക്കും. അതൊരു വെറൈറ്റി സെറ്റപ്പ് ആണ് കേട്ടോ. 8 മണിക്ക് അടയ്ക്കുന്നത് വരും അല്ലേ? ഇതല്ലേ, ഇതൊക്കെ ഫുള്ള് പതിവുകാരുടെ കള്ളാണ് കേട്ടാ. അവർക്ക് ഈ കുപ്പി മാറിപ്പോയാൽ പോലും അറിയാൻ പറ്റുന്ന പറഞ്ഞത്. എന്തായാലും കൊള്ളാം, അതൊരു വെറൈറ്റി അറിവായിരുന്നു കേട്ടോ ചേട്ടാ. എല്ലാം ഇവിടെ കാര്യമായിട്ട് പതിവുകാരാണല്ലോ. ഇതല്ലേ, ഇതൊക്കെ പതിവുകാർക്ക് വേണ്ടിയിട്ട് ആക്കി വെച്ചിരിക്കണോ. കള്ളിരുന്നിങ്ങനെ പതഞ്ഞുകൊണ്ടിരിക്കുകയാണേ. കള്ളിരുന്നിങ്ങനെ മൂത്തിട്ടേ പതഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇതിനകത്ത് കാണുന്നുണ്ട്. പതിവുകാർക്ക് വേണ്ടിയിട്ടുള്ളതാണ്.
അതൊക്കെയുണ്ട് ഇത് ഈ പുറത്ത് വെച്ചിരിക്കുന്ന എന്തിനാ? അതാ ഓരോരുത്തരുടെ കുപ്പിയെ മാറിപ്പോണ്ടിരിക്കാനാ. ഓ അങ്ങനെയുണ്ടോ? അവര് കുപ്പി മാറി. ഇത് അജി ഷാജി എന്നൊക്കെ അത് പന നമ്മൾ ചെക്കിങ്ങിന് വെച്ചേക്കണം. പന ചെത്തുന്ന ആള്. ഓക്കെ ഓക്കെ. ഓരോരുത്തര് ചെത്തുന്ന ആൾക്കാരുടെ അല്ലേ? ചെത്ത് എസ് എന്താ കൊണ്ടുവരുന്നത് അല്ലേ? തോട്ടമുണ്ട്. ഓ ശരി ശരി. ഓക്കെ. നാടൻ ഇവിടെ ചെത്തുന്നു. ഓ ശരി ശരി ശരി. പന. ഓക്കെ. അവരുടെ നമ്മൾ സാമ്പിൾ വയ്ക്കും ഗ്ലാസ്സിൽ. ഓ അതാണ് ഈ ഗ്ലാസ്സിലാക്കി വെച്ചിരിക്കുന്നത് അല്ലേ? അത് നല്ല വെള്ളമാണോ അല്ലയോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ ചെക്ക് ചെയ്യും. ഓക്കെ. അതിന്റെ ഓക്കെ അങ്ങനെയൊക്കെ അറിയാൻ വേണ്ടിയിട്ട്. ശരി ശരി. ഇവിടുത്തെ ഷാപ്പിലെ ഫുഡിനെ കുറിച്ചും കള്ളിനെ കുറിച്ചും നമ്മൾ പറഞ്ഞുകൊണ്ടായില്ലല്ലോ, ഇവിടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെ കണ്ട് നമുക്ക് ചോദിച്ചു നോക്കാം. ചേട്ടാ നമസ്കാരം. എന്തായിരുന്നു ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിപ്പോൾ പന്നി ഇറച്ചി, ആ ബീഫ്, കപ്പ, കള്ള്. കള്ള് ഏതായിരുന്നു? തെങ്ങ പന തെങ്ങല്ലേ? ഇവിടുത്തെ പതിവാളാണോ? സ്ഥിരമായിട്ടൊന്ന് കഴിക്കും. കഴിക്കും അല്ലേ? ഓക്കെ. അഭിപ്രായം എന്താ ഷാപ്പിനെ കുറിച്ചും കള്ളിനെ? നല്ല അഭിപ്രായം. നല്ല നല്ല അഭിപ്രായം. ഫുഡാണ്. ഫുഡ് നല്ല കള്ളാണ്. അതെ അല്ലേ? നമുക്ക് മായം ചേർക്കാൻ നല്ല അടിപൊളി ഫുഡ് കിട്ടും, അല്ലെങ്കിൽ കള്ള് കിട്ടും. എന്നെ സംബന്ധിച്ചാൽ കുടിക്കുമ്പോൾ എനിക്ക് വായം ചേർക്കുന്നുണ്ട്. നല്ല കൃത്യമായിട്ട് സ്ഥിരമായിട്ട് കുടിക്കുന്നവർക്ക് അറിയാൻ പറ്റുമല്ലോ അത് ചേർത്തിട്ടുണ്ടോ ഇല്ലെന്ന്. നല്ല കള്ളാണ്, നല്ല ഗ്യാരണ്ടി ഉള്ള കള്ളാണ്. അതാണല്ലേ? ഓക്കെ. ഫുഡാണ് ഏറ്റവും സൂപ്പർ. സൂപ്പർ. ഫുള്ള് ക്യാബിൻ ബേസ് ആണ് കേട്ടോ, നമ്പറൊക്കെ ഇട്ടുള്ള ക്യാബിൻസ് ആണ്. അപ്പോൾ നമ്മൾ ഷാപ്പിനകത്തൂടെയാണ് നടക്കുന്നത്. ഇനി നമ്മൾ നേരെ പോകുന്നത് ഫുഡിൻ്റെ ഏരിയയിലേക്കാണ് പോകുന്നത്. ഇത് AC ക്യാബിനാണ് കേട്ടോ. നമ്മളിപ്പോൾ ഒരു ക്യാബിനകത്തോട് കയറിയപ്പം കുറച്ച് ആൾക്കാരോട് ഫുഡ് കഴിക്കുന്നുണ്ട്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എന്തായിരുന്നു ഫുഡിൻ്റെ അവസ്ഥ. ചേട്ടാ നമസ്കാരം. എന്താ പേര്? അജി. ഓക്കെ. എങ്ങനെയുണ്ടായിരുന്നു ഫുഡ്? എന്തൊക്കെയാണ് കഴിച്ചേ? ആ ആ അത് ശരി. സ്ഥിരം കഴിക്കുന്നതാണോ ഇവിടുന്ന്? ഇടയ്ക്ക് വരാറുണ്ട്. എന്താണ് അഭിപ്രായം ഇവിടുത്തെ ഫുഡിനെ കുറിച്ചും? ആണല്ലേ? തീർച്ചയായിട്ടും. ഓക്കെ. ചേട്ടാ എന്തായിരുന്നു അഭിപ്രായം ഇവിടുത്തെ ഫുഡിനെ കുറിച്ച്? ആ ആദ്യമായിട്ടാണ് വരുന്നല്ലേ? എവിടെയായിരുന്നു അപ്പോൾ സ്ഥലം? ഇവിടെ തന്നെയാണോ? തൃപ്പൂണിത്തറയാണ്. ശരി ശരി. എന്തൊക്കെയാണ് നമ്മൾ കഴിക്കണേ? പിടിയും പന്നി അല്ലേ? ആ എങ്ങനെയുണ്ട്? നല്ല ഫുഡാണല്ലേ? ഇനി അപ്പോൾ വീണ്ടും തീർച്ചയായിട്ടും വരാനുള്ള ചാൻസ് ഉണ്ടല്ലേ? ശരി. വേറെ സ്ഥാപനമുണ്ട് കേട്ടോ, നമുക്ക് അവരോടും കൂടി ചോദിച്ചു നോക്കാം എങ്ങനെയാണ് ഫുഡ് കാര്യങ്ങളൊക്കെ. ചേട്ടാ നമസ്കാരം. ഞാൻ ടൈം ഫോർ ട്രാവൽ എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിൽ നിന്നാണ്. ഇവിടുത്തെ ഫുഡിന്റെ റിവ്യൂസ് ഒന്ന് പറയാമോ? എന്തൊക്കെയാണ് നിങ്ങൾ കഴിച്ചത്, എങ്ങനെയുണ്ടായിരുന്നു എന്ന്? ഞങ്ങള് കൂടുതലൊന്നും കഴിച്ചില്ല, പക്ഷെ ഫുഡ് നല്ലതാണ്. നമ്മുടെ ഒരു എന്താ പറയാ നാടൻ സ്റ്റൈലിലുള്ള കുക്കിംഗ് ആണ്. പിന്നെ ഇവിടുത്തെ എന്താ പറയാ ഇവര് കൂടുതലും കുക്ക് ചെയ്യണ എനിക്ക് അങ്ങനെ വിറകടുപ്പിലാണ്. അതിന്റെ ടേസ്റ്റ് വ്യത്യാസം അറിയാൻ പറ്റും. രണ്ട് സുഹൃത്തുക്കളോട് ഉണ്ട് ഇവിടെ, അവരോട് കൂടി ചോദിച്ചു നോക്കാം കേട്ടോ ഇവിടുത്തെ ഫുഡിന്റെ കാര്യങ്ങൾ. ചേട്ടാ നമസ്കാരം. പേരെന്തായിരുന്നു? ജിബിൻ. ചേട്ടൻ്റെ? ദീപു. എവിടെന്നാ? എറണാകുളം അല്ലേ? ഇവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി മാത്രം വന്നാണോ? വർക്കിന് വരുമ്പോഴൊക്കെ ഇവിടെ തന്നെയാണ് കഴിക്കുന്നത്? ഇവിടുന്ന് കഴിക്കുന്നല്ലേ? നമ്മളിപ്പോ ഇവിടെ എന്തൊക്കെയാ കഴിച്ചേ? പുറത്തും ഒരു ചിക്കനാണ് മേടിച്ചത്. അതെ. കൂടുതലും കൂടെ പറയണമെന്നോർത്തിരിക്കും. ഓ ശരി ശരി. സ്ഥിരമായിട്ട് ഇവിടുന്ന് കഴിക്കുന്ന ആയതുകൊണ്ട് ഇവിടുത്തെ ടേസ്റ്റ് അറിയാൻ പറ്റും. ഞാൻ ഒരുപാട് വർഷങ്ങളായി ഇവിടെ ചെറിയ കാപ്പാറത്തോട്ട് വന്നോണ്ടിരിക്കുന്നത്. അതെ അല്ലേ? ശരി. അപ്പൊ എന്തായാലും ഇനിയും ഇവിടെ തന്നെ വരും. ഞങ്ങൾ ഇതിലെ പോകുമ്പോൾ ഇവിടുന്ന് വർഷം കഴിഞ്ഞിട്ട് പോകണം. അതെ അല്ലേ? ചേട്ടന്റെ അഭിപ്രായം? കൊള്ളാം. ആദ്യമായിട്ട് വരുന്നല്ലേ? കൂടെ വന്നാണോ? ശരി. നമ്മൾ അകത്തോട്ട് കയറുമ്പോൾ അത്ര തിരക്കുണ്ടായിരുന്നില്ല കേട്ടോ ഇവിടെ. ഇപ്പോൾ നല്ല തിരക്കായിട്ടുണ്ട്, അത്യാവശ്യം ആളുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ സമയം ഏറെക്കുറവ് 1 മണി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി തിരക്ക് കൂടും. ഇത് കൊഞ്ചാണ്, കൊഞ്ച്. ഞണ്ട് തിളച്ചുകൊണ്ടിരിക്കുന്നു. നേരത്തെ വന്നപ്പോൾ ഓഫ് ചെയ്തിട്ടിരിക്കുകയാണ്, ഇപ്പോൾ തിളച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബോട്ടി ഹാഫ് ബോയിലാക്കി വെച്ചിരിക്കുന്നതാണ് കേട്ടോ അത്. ഇനി ഇതെടുത്തിട്ട് കുക്ക് ചെയ്യണം. ഇതാണ് കേട്ടോ അജിച്ചേട്ടൻ. അജിച്ചേട്ടൻ ഇവിടെ 30 വർഷമായിട്ട് നമ്മുടെ ഈ മാമല ഷാപ്പിലെ സ്റ്റാഫാണ് കേട്ടോ. ഇത് നമ്മുടെ ഇടിയിറച്ചി കേട്ടോ. അതിൻ്റെ കളറ് നോക്കിയേ, ആ ഇറച്ചിയുടെ നാച്ചുറാലിറ്റി പോയിട്ടില്ല കേട്ടോ. ആ ഒരു പിങ്ക് കളർ കാണുന്നുണ്ടല്ലേ? നമ്മളിനി ഇടിയിറച്ചി ഫ്രൈ ചെയ്യാൻ പോകണ്ടോ. ഇത്ര നേരം നമ്മൾ ഫുഡിൻ്റെ കാഴ്ചകൾ കണ്ടുള്ളൂ, കുക്ക് ചെയ്യുന്നത് കണ്ടില്ല. പിന്നെ നമുക്ക് ഇടിയിറച്ചി ഒന്ന് കുക്ക് ചെയ്യുന്ന നോക്കാം. വെളിച്ചെണ്ണ വെച്ചാണല്ലോ ഇവിടെ ചെയ്യുന്നത്, പാമോയിലൊന്നും അല്ല. വെളുത്തുള്ളി, ചുവന്നുള്ളി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ആദ്യം ഇടുന്നത്. നന്നായിട്ട് വഴണ്ടതിന് ശേഷമാണ് നമ്മൾ ഇടിയിറച്ചി ഇടുക അല്ലേ? പിന്നെ കുറച്ച് പച്ചമുളക് ഇട്ടിട്ടുണ്ടോ? പച്ചമുളക് ഇട്ട് അതൊന്ന് ഇഞ്ചി, ഒരു കഷ്ണം ഇഞ്ചി. പിന്നെ നമ്മൾ ഇടിയിറച്ചി ഡയറക്റ്റ് ഇടുന്നുണ്ടോ? ഉണ്ടോ ഇടിയിറച്ചിയുടെ ആ ഒരു കളർ നോക്കി, ആ പിങ്ക് കളർ മാറിയിട്ടില്ല കേട്ടോ. അത്രയ്ക്ക് അടിപൊളി സാധനമാണ്. പിന്നെ പച്ചക്കരിവേപ്പില കുറച്ചിട്ട്. അപ്പം അതിൻ്റെ പരുവ് എങ്ങനെയാണ്? ഇപ്പം ആയോ അത്? ഒരു കളർ മാറിയിട്ട് നേരത്തെ പിങ്ക് ആയിരുന്നു, ഇപ്പം അത് ഡാർക്ക് ബ്രൗൺ ആയിരുന്നു അല്ലേ? ഓക്കെ. മുളക് പൊടിയല്ല കേട്ടോ, ഇത് ഇടിച്ച മുളകാണ്. ഇനി നമുക്ക് ഇടിയിറച്ചി പ്ലേറ്റിലേക്ക് മാറ്റാം.
നമ്മളിവിടെ നിന്ന് കഴിച്ചത് പൊറോട്ടയും മട്ടൻ ചാപ്സും ബീഫ്, പിന്നെ നല്ല മീൻകറി, മീൻ തോരനും, ചമ്മന്തിയും, അവിയലും, അച്ചാറും, അങ്ങനെയുള്ള അടിപൊളി കറികളും ചേർത്തിട്ടുള്ള മീൽസും റോസ്റ്റും, അങ്ങനെ ഒത്തിരി ഒത്തിരി സാധനങ്ങൾ നമ്മളിവിടെ നിന്ന് കഴിച്ചു കേട്ടോ. ഇച്ചിരി മൂത്ത മട്ടനാണ്, എന്നാലും കുഴപ്പമില്ല, നല്ല ടേസ്റ്റിയാണ്, നല്ല ഗ്രേവി, നല്ല തിക്കി ഗ്രേവി. ബീഫ് ഒന്നും പറയാനില്ല. അപ്പം നമ്മുടെ മാമല ഷാപ്പിന്റെ നാടൻ രുചികളുടെ കാഴ്ചകൾ എല്ലാവരും കണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകൾ നമ്മുടെ വീഡിയോയിൽ ഇനി വരും. തീർച്ചയായിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫ്രഷ് ആയിട്ടുള്ള മീനുകളും അതേപോലെ നോൺ വെജ് ഐറ്റംസും കള്ളും എല്ലാം നല്ല ഫ്രഷാണ് കേട്ടോ അവിടെ കിട്ടുന്നത്. അപ്പം ഇത്തരത്തിലുള്ള ഫുഡുകൾ നിങ്ങൾക്ക് രുചിക്കണമെന്ന് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാമല നാടൻ രുചികളിൽ വരാം, അല്ലെങ്കിൽ മാമല ഷാപ്പിൽ വരാം. എല്ലാം നമുക്ക് അടിപൊളിയായിട്ട് ആസ്വദിക്കാം, തുച്ഛമായ വിലയിൽ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ള അടിപൊളി കാഴ്ചകളുമായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതിലേക്കും താൽക്കാലികമായി ഇവിടെ പറയുന്ന മറ്റൊരു നിങ്ങളുടെ സ്വന്തം റിപ്പോർട്ടർ ആവശ്യം.